നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ആവേശത്തിൽ കല്ലെറിയാൻ ആഹ്വാനം ചെയ്ത നേതാക്കളെ ഒന്നും തന്നെ ഇപ്പോൾ കാണാനില്ല. 26 പേരാണ് ഇപ്പോൾ വീണയ്ക്ക് വേണ്ടി കല്ലെറിഞ്ഞവർ ജയിലിൽ കിടക്കുന്നത്. ജാമ്യമില്ല, ഒന്നുമില്ല, അവിടെ കിടക്കട്ടെ എന്ന് തന്നെയാണ് കോടതിയും പറയുന്നത്. ഇത് രാജ്യത്തിനെതിരെയുള്ള ഒരു ആക്രമണത്തിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് കടുപ്പിക്കുകയാണ് കോടതി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ SFI ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലിന്റെ ജാമ്യാപേക്ഷയും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കോടതി തള്ളിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഇത്തരത്തിലുള്ളൊരു ആക്രമണം ആവേശത്തിന് ചാടി പുറപ്പെട്ട് നടത്തിയിട്ട് ജാമ്യ ഹർജിയുമായി കോടതിയിൽ ചെന്നു കഴിഞ്ഞാൽ കോടതി ഇപ്പോൾ കയ്യിൽ ജാമ്യം എടുത്തു വെച്ച് തരും എന്നാണ് കരുതിയതെങ്കിൽ തെറ്റിപ്പോയി. ഗുരുതരമായിട്ടുള്ള ആക്രമണമാണ് EDക്കെതിരെ നടത്തിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. ഇവിടെ പോലീസിനെ തെറി വിളിക്കുന്നതും പോലീസിന് അസഭ്യം പറയുന്നതൊക്കെ തന്നെ നിസ്സാരമായി കണ്ട് വളർന്ന് അത് EDക്ക് നേരെ കൂടി പ്രയോഗിച്ചാലും തങ്ങൾക്കും ഇത്തരത്തിലുള്ള പല ആനുകൂല്യങ്ങളും ലഭിക്കും, തങ്ങൾക്ക് വീണ്ടും ഇവിടെ നെഞ്ചുവിരിച്ച് നടക്കാമെന്നാണ് കരുതിയതെങ്കിൽ തെറ്റിപ്പോയി. EDയാണ് ആക്രമിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള സമ്മർദ്ദം എന്തായാലും ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് കൃത്യമായി വല വിരിച്ച് അന്ന് നടത്തിയിട്ടുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തി അവരെ വീട് വളഞ്ഞ് തന്നെ അറസ്റ്റ് ചെയ്യുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമാണെന്ന് കോടതിയുടെ നിരീക്ഷണം. ഇന്നലെ ജാമ്യം തള്ളുമ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് പ്രതിഷേധക്കാരെ നീക്കാൻ ശ്രമിച്ച പോലീസുകാരനെതിരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു. അല്പം മാറിയിരുന്നെങ്കിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടേനെ. അക്രമത്തിൽ പ്രതികളുടെ പങ്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല നേതാക്കളും കോടതിയിൽ അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങുമ്പോൾ പറഞ്ഞത് പാർട്ടി പറഞ്ഞ ഉത്തരവാദിത്തം ഞങ്ങൾ പൂർണ്ണമായും 100% വളരെ നീതിപൂർവമായി തന്നെ ഞങ്ങൾ ചെയ്തു എന്നു. എന്താണ് പാർട്ടി പറഞ്ഞ ഉത്തരവാദിത്തം? ED ഉദ്യോഗസ്ഥരെ അവരുടെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ട് കല്ലെറിയാനും ചീമുട്ടയെറിയാനും മറ്റുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാനും ഇതായിരുന്നോ പാർട്ടി പറഞ്ഞ ഉത്തരവാദിത്തം? ഇതാണ് കോടതി പറഞ്ഞത്. പ്രതികൾക്കെല്ലാം തന്നെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ളത്. ഈ ക്രിമിനൽ പശ്ചാത്തലം പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുമ്പോൾ ഉണ്ടായത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ SFI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് വിജയ് വിമലിന്റെ ജാമ്യമാണ് കോടതി തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു വിജയ് വിമലിനെ. വീട്ടിൽ കയറിയാണ് പോലീസ് വിജയ് വിമലിനെ പിടികൂടിയത്. കേസിൽ 26ാമത്തെ പ്രതിയാണ് വിജയ് വിമൽ. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗവും കേരള സർവകലാശാല യൂണിയൻ മുൻ ചെയർമാൻ കൂടിയാണ് വിജയ് വിമൽ. അറസ്റ്റിലായ വിജയ് വിമൽ സംഘർഷത്തിൽ പങ്കാളിയായിരുന്നില്ലെന്നായിരുന്നു SFI ആദ്യം പറഞ്ഞിരുന്നത്. ഏതായാലും അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ നേതാക്കളെ അകത്തിടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതെന്നാണ് SFI ആരോപിച്ചിരിക്കുന്നത്. അതായത് അധ്യയന വർഷം ആരംഭിക്കുകയാണ്, SFI നേതാക്കൾക്കൊക്കെ തന്നെ പഠിക്കാൻ പോകണം. അതിന് തടസ്സമാണ് ഇപ്പോൾ കോടതി ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആ ഉത്തരവാദിത്തം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊന്ന് ഓർക്കണം. വീട്ടിൽ കയറിയാണ് വിജയ് വിമലിനെ പിടികൂടിയത്. അതും പുലർച്ചെ അതീവ രഹസ്യമായി അതിക്രമിച്ചു കയറി സിറ്റി ഷാഡോ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കാരണം അതുവരെ അറസ്റ്റിലായിട്ടുള്ള ആളുകളുടെയൊക്കെ തന്നെ ജാമ്യം കോടതി തള്ളുന്നത് കണ്ടപ്പോൾ ഒരുപക്ഷെ നേതാക്കൾക്ക് മനസ്സിലായി കാണും കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇനി ഒന്നെങ്കിൽ ഒളിവിൽ പോവുക അല്ലെങ്കിൽ പിടികൊടുക്കുക, അത് മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഒളിവിൽ പോകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് പോലീസ് പുലർച്ചെ തന്നെ വീട് വളഞ്ഞ് വിമലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് നടപടിയിൽ കടുത്ത പ്രതിഷേധവുമായി അന്ന് CPI SFI നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസം പ്രതികളെ വിട്ടുകിട്ടാൻ വേണ്ടി CPI നേതാക്കളോട് യാചിക്കേണ്ടി വന്നത് പോലീസിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒളിവിൽ കഴിയുന്ന പ്രതികളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. നേരത്തെ പ്രതികൾക്ക് സംരക്ഷണ വലയം ഒരുക്കിയ CPI നേതാക്കളെല്ലാം കോടതി വിധി എതിരായതോടെ പിന്നീട് പാർട്ടി ഓഫീസിൽ ഒളിപ്പിക്കുന്ന പരിപാടി അങ്ങ് നിർത്തി. അക്രമത്തിൽ പങ്കെടുത്ത
SFI DYFI പ്രവർത്തകരുടെ ഭാവിയാണ് ഇപ്പോൾ തുലാസിലായിരിക്കുന്നത്. കാരണം അങ്ങനെയും ഇങ്ങനെയൊന്നും തന്നെ ഈ കേസ് അവസാനിക്കാൻ പോകുന്നില്ല. ഇതൊരു പക്ഷേ കേരളത്തിലല്ല, കേരളത്തിന് പുറത്തേക്ക് ഈ കേസ് കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. CPMന്റെ ഉന്നത നേതാക്കന്മാർ പ്രസംഗിച്ചതല്ലാതെ അക്രമം നടന്നപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേയില്ല, പിന്തിരിപ്പിക്കാനോ ശ്രമിച്ചില്ല. നേതാക്കന്മാരുടെ പ്രസംഗം കേട്ട് ആവേശത്തോടെ ചാടിയിറങ്ങിയ പ്രവർത്തകരും ചോട്ടാ നേതാക്കളുമാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. അവരെ ഓരോരുത്തരെയായി ഇപ്പോൾ അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. ഏതായാലും പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് വേണമെങ്കിൽ തമാശ രൂപേണ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ കാര്യങ്ങളൊക്കെ തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയാണുള്ളത്. കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 26 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. അതിൽ കൂടുതലുണ്ടോ എന്നുള്ളതിലും വ്യക്തതയില്ല. ഇനിയിപ്പോൾ ജാമ്യം കോടതിയിൽ നിന്നൊക്കെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി കോടതിയിൽ ജാമ്യമായി പോയിട്ട്, കാരണം ഒരു സൽപ്രവൃത്തി ചെയ്തിട്ടാണല്ലോ കോടതിയിൽ ജാമ്യമായിട്ട് പോകുന്നത്, അതുകൊണ്ട് കോടതി കയ്യിൽ ആ ജാമ്യം അങ്ങ് എടുത്തു വെച്ച് തരുമെന്നാണ് കരുതിയതെങ്കിൽ തെറ്റിപ്പോയി. കൃത്യമായിട്ട് വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടാണ് കോടതി ഓരോരുത്തരുടെയും ജാമ്യമായി ചെല്ലുന്ന ഓരോരുത്തരുടെയും ജാമ്യം നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടാണ് SFI നേതാവ് അറസ്റ്റിലായിരിക്കുന്നത്. ഏതായാലും പലപ്പോഴും നേതാക്കന്മാരുടെ പ്രസംഗം കേട്ട് ചാടി പുറപ്പെടുമ്പോൾ പിന്നീട് നേതാക്കന്മാരൊക്കെ അതുപോലെ തന്നെ തങ്ങളുടെ പ്രവൃത്തികളുമായിട്ട് തങ്ങളുടെ കുടുംബവുമായിട്ട് മുമ്പോട്ട് പോകുമെങ്കിലും ഈ പറയുന്ന ചെറിയ നേതാക്കളുടെയൊക്കെ തന്നെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. കേസും കോടതിയുമായിട്ട് കയറി ഇറങ്ങേണ്ടി വരും. ചിലപ്പോൾ വർഷങ്ങൾ വരെ എടുത്തേക്കാം. പലപ്പോഴും മുഖ്യമന്ത്രി ED റെയ്ഡ് നടക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മുമ്പ് P. ചിദംബരത്തിനെതിരെ ED റെയ്ഡ് വന്നപ്പോൾ മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ എന്തിനു ഭയക്കണം എന്നാണ് പറഞ്ഞത്. സോണിയാഗാന്ധിക്കെതിരെ ED റെയ്ഡ് അന്വേഷണം വന്നപ്പോൾ മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ എന്തിനു ഭയക്കണം. രാഹുൽ ഗാന്ധിക്കെതിരെ ED അന്വേഷണം വന്നപ്പോൾ മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ എന്തിനു ഭയക്കണം. K. സുധാകരൻ ED ചോദ്യം ചെയ്തപ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ എന്തിനു ഭയക്കണം. PK കുഞ്ഞാലിക്കുട്ടിയെ ED ചോദ്യം ചെയ്തപ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ എന്തിനു ഭയക്കണം. ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ED റെയ്ഡ് നടന്നപ്പോൾ അത് അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്ക് അറിവില്ലാത്ത ഒരു കാര്യമാണ്. അതിലൊന്നും പറയാനില്ല. അന്വേഷണ ഏജൻസികൾക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരെ ED അന്വേഷണവും റെയ്ഡും തുടങ്ങിയപ്പോൾ ഇത് പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണ്. ED BJPയുടെ കൂലിപ്പട്ടാളമായി മാറിയിരിക്കുന്നു. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതാണ് നിലപാടുകൾ. ഇത് മറിഞ്ഞുകൊണ്ടിരിക്കും. നാളെ മറ്റൊരു പാർട്ടിയിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഭാഗമായിട്ട് ED റെയ്ഡ് വരികയാണെങ്കിൽ അപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ പറയും അത് അവിടെ നടക്കട്ടെ, മടിയിൽ കനമില്ലെങ്കിൽ ഭയക്കേണ്ട കാര്യമില്ല, ED അവരുടെ ജോലി ചെയ്ത് പോകട്ടെ എന്ന് അദ്ദേഹം പറയും. സത്യത്തിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് അന്ന് തല്ലാനും കുത്താനും ഒക്കെ ആയുധങ്ങളുമായിട്ട് EDയെ വളഞ്ഞിട്ടുള്ള ആ സംഭവ സ്ഥലത്ത് പ്രതിഷേധിച്ചിട്ടുള്ള നേതാക്കളാണ്. അന്ന് അവിടെ വന്ന് വലിയ വായിൽ പ്രസംഗിച്ച ബ്രിട്ടാസ് MP-യെയോ റഹീമിനെയോ ഗോവിന്ദൻ മാസ്റ്ററെയോ അല്ലെങ്കിൽ ആരെയും ഇപ്പോൾ കാണാനില്ല. പിന്നീടൊന്ന് ആലോചിച്ച് നോക്കുക, പിന്നീട് ഏതെങ്കിലും പൊതുവേദികളിൽ അവർ ഇത്തരത്തിലൊരു പ്രസംഗം ഇനിയും ED വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ നമ്മൾ ചെയ്യണമെന്ന് എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടോ? ഇല്ല. ഇനി അങ്ങനെ പറയാനുള്ള സാധ്യതയുമില്ല. ഏതായാലും DYFI SFI നേതാക്കളുടെ ഭാവി ഇതോടുകൂടി തുലാസിലായി എന്ന് തന്നെ വേണം പറയാൻ.